ഭാരതീയർക്കുള്ള കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2020 മുതൽ യാത്ര നിർത്തിവെച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ബീജിംഗിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും തത്വത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുവാൻ ഭാരതവും ചൈനയും തമ്മിൽ ധാരണയായിരിക്കുന്നു. അതുതന്നെയാണ് സുപ്രധാന തീരുമാനമായിട്ടുണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെയും ഇന്നുമായി ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹം ചൈന സന്ദർശിച്ചിരുന്നു. തുടർന്ന് അവിടുത്തെ വിദേശകാര്യമന്ത്രി വാങ് യിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായത്. 2020 മുതൽ ഈ കൈലാസ് മാനസരോവർ യാത്ര നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു, വിസ ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് 2020 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കിഴക്കൻ ലഡാക്കിലെ ഈ LACയിൽ ചൈന വൻതോതിൽ സൈനികരെ വിന്യസിക്കുകയും അങ്ങനെ നിരവധി സ്ഥലങ്ങൾ അവിടെ നമ്മുടെ സേനയുമായി ചൈനീസ് സേനാംഗങ്ങൾ വാക്കുതർക്കത്തിലും അതേപോലെ തന്നെ ചെറിയ സംഘർഷങ്ങളിലേക്കൊക്കെ അവിടെ അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പെട്രോളിംഗ് പോലും നിർത്തിവെക്കുന്ന തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഭാരതവും ചൈനയും തമ്മിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ ഈ അവിടേക്കുള്ള ലഡാക്കിലേക്കുള്ള ഈ LACയിലേക്കുള്ള പെട്രോളിംഗ് ആദ്യഘട്ടത്തിൽ പുനഃസ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വളരെ സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു. 2020 മുതൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് കൈലാസ് മാനസരോവർ യാത്ര നടത്തുവാനുള്ള തടസ്സം അതിപ്പോൾ ചൈന നീക്കിയിരിക്കുന്നു. ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഡൽഹിയിൽ നിന്നും ബീജിംഗിലേക്കും അതേപോലെ തന്നെ ബീജിംഗിൽ നിന്നും ഡൽഹിയിലേക്കും വിമാന സർവീസ് ആരംഭിക്കുന്നതിന് തത്വത്തിൽ തീരുമാനമായിരിക്കുന്നു. നേരത്തെ ഡയറക്റ്റ് വിമാന സർവീസ് ബീജിംഗിലേക്ക് ഉണ്ടായിരുന്നില്ല. അതാണിപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.